യെസ്, രാവിലെ നമ്മളെ വണ്ടി എടുത്ത് കണ്ട് ഒരു മന്തി ഉണ്ടാക്കാനുള്ള സാധനം വാങ്ങാൻ പോകണേ. മന്തിയൊക്കെ ഉണ്ടാക്കാനുള്ള സാധനം വാങ്ങി കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങി വന്നപ്പോഴേക്കും പിന്നെ ഞങ്ങൾക്ക് ചിക്കൻ വാങ്ങണ്ടായിരുന്നു. വീട്ടിൽ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു, ഒരു 3-4 പീസ്. എന്തായാലും അതുകൂടാതെ കുറച്ച് ചിക്കനും കൂടി വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കടയിൽ വന്നത്. പിന്നെ ചിക്കൻ കടയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ച നിങ്ങൾ കാണുന്നത്. അവിടെ എത്തിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. സാരമില്ല, നമുക്കുള്ള ചിക്കനായിട്ട് മന്തി ഉണ്ടാക്കാം. ഓക്കെ, ഹാപ്പി അല്ലേ? ആരെ സ്കൂട്ടറാണോ പോകുന്നത് നമ്മൾ നോക്കണ്ട. അപ്പം നമുക്ക് പോവാം. അങ്ങനെ ചിക്കൻ വാങ്ങൽ ക്യാൻസൽ. അങ്ങനെ നമ്മൾ മന്തി ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ മുഴുവൻ വാങ്ങി എന്നുള്ളൊരു കോൺഫിഡൻസോട് കൂടി, ഫുൾ കോൺഫിഡൻസിൽ നമ്മൾ വീട്ടിലേക്ക് കയറി. വീട്ടിലെത്തി സാധനങ്ങളൊക്കെ നോക്കി മന്തി ഉണ്ടാക്കാൻ തുടങ്ങുമ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മൾ മെയിനായിട്ടുള്ള മന്തി മസാല വാങ്ങിയിട്ടില്ല. പിന്നെന്താണ് നമ്മളവിടെ കളി. മന്തി മസാല ഇല്ലാതെ മന്തി ഉണ്ടാക്കാൻ നമുക്കറിയില്ലേ. പിന്നെ അവിടെ കുറച്ച് 3-4 ചിക്കൻ ഉണ്ടായിരുന്നല്ലോ. ചിക്കൻ കട അടവായതുകൊണ്ട് നമുക്ക് ചിക്കനും കിട്ടിയില്ല. അങ്ങനെ അത് ഞാനൊന്ന് ഉപ്പും മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും അങ്ങനെ കുറച്ച് മസാലകളൊക്കെ ഇട്ട്, മന്തി മസാല ഇല്ലാത്ത എല്ലാം ഇട്ട്, ചിക്കൻ മാഗി ക്യൂബൊക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തു. പിന്നെ ബാക്കി നമ്മൾ ബിരിയാണീൻ്റെ പരിപാടികൾ തുടങ്ങി. ഉള്ളി, തക്കാളി, പച്ചമുളകൊക്കെ ഇട്ട് നല്ലോണം വഴറ്റിയതിന് ശേഷം ഈ ചിക്കൻ അതിലിട്ടോ. പിന്നെ മന്തിക്ക് വേണ്ടിയിട്ട് വാങ്ങിയ ബസ്മതി റൈസ് അവിടെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ കൂട്ടി മന്തിയും ബിരിയാണിയും കൂടെ കൂട്ടിയൊരു ബിരിയാന്തിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയത്. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഇവർ രണ്ടുപേരും കളികൾ തുടങ്ങി. വൈക്കൂടി പോണ നായ്ക്കളും ഈ വച്ചുണ്ടാക്കി ഓടിച്ച് കണ്ട് നേരെ ഓരും കണ്ടോടും. ഇതാണ് ഓരോ മെയിൻ കളി. ചില സമയങ്ങളിൽ നമ്മൾ അബദ്ധങ്ങളിൽ നിന്നുണ്ടാക്കുന്ന ചില റെസിപ്പീസ് ഭയങ്കര ടേസ്റ്റി ആവുമല്ലോ. അങ്ങനെ ഒരു അനുഭവമായിരുന്നു ഇന്നത്തെ അനുഭവം. ഏതായാലും ബിരിയാണി അടിപൊളിയായിരുന്നു. See you on next video. Okay, bye.